എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്ത, ദൈവത്തിൻ്റെ കൽപ്പന നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്നുള്ളതാണ്. മനുഷ്യജീവിതമെന്ന് പറയുന്നത് അന്ധകാരത്തിനകത്ത് നിലനിൽക്കുന്നു എന്നും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് അത്യുന്നതനായ ദൈവമാണെന്നും ദൈവം മനുഷ്യന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന കൽപ്പനകളാണെന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ഭക്തനായ ഇയ്യോബിനോട് നാം ചോദിക്കുകയാണെങ്കിൽ 28-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു, ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ചിന്ത കാണാം. ഇവിടെ ചിലതിനെ അടച്ചു നിർത്തുവാനും ശ്രേഷ്ഠമായ ഉന്നതമായ ഒന്നിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും കഴിയുന്നവനായൊരു ദൈവത്തെക്കുറിച്ചാണ് ആ വാക്യത്തിൽ ഓർപ്പിച്ചിട്ടുള്ളത്. 29-3 വരുമ്പോൾ, അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ ജീവിതം ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ മേഖലകളായിരുന്നു എന്നും അവിടെ നിന്ന് ദൈവം എനിക്ക് തന്നതായ ആഴമായ കൽപ്പനകളുടെയും ഉപദേശങ്ങളുടെയും ആഴങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ദൈവം മുൻപാകെ, അയ്യോ, പണ്ടത്തെ മാസങ്ങളെപ്പോലെ, ദൈവം എന്നെ കാത്തുപോന്ന നാളുകളെപ്പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ദൈവം മുൻപാകെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ദൈവം അവന്റെ ദീപത്തെ തലയ്ക്ക് മീതെ പ്രകാശിപ്പിക്കുകയും ഇരുട്ടിന്റെ ആഴത്തിലൂടെ കടന്നുപോകുമ്പോഴും ആഴമായ വെളിച്ചത്തിൽ നടക്കുന്നതുപോലെ ദൈവം അവരെ ശ്രേഷ്ഠമായ മണ്ഡലങ്ങളിൽ നടത്തുവാനുമിടയായിത്തീർന്നു എന്ന് ഭക്തനായ ഇയ്യോബ് ഓർമ്മപ്പെടുത്തുകയാണ്. മീഖാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നൊരു വാക്കുണ്ട്, യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പാപത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്തപ്പോൾ ഇരുളടഞ്ഞ മണ്ഡലങ്ങൾക്കകത്ത് ഞാൻ ചെന്നെത്തുകയും ശത്രുക്കൾ എന്നെ ചൊല്ലി സന്തോഷിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും തെളിവായി വരികയും ചെയ്തുവെങ്കിലും എന്റെ പാപത്തെക്കുറിച്ച് എന്നെ ബോധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു എന്ന ബോധ്യതയോടെ ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങി വരികയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ നീതി എനിക്ക് വേണ്ടി വെളിപ്പെടുകയും ഞാൻ ആ നിലകളിൽ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചന ഭാഗങ്ങളൊക്കെ നാം ശാന്തമായി പഠിച്ചു നോക്കുമ്പോൾ അത്യുന്നതനായ ദൈവം വച്ചിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും നിബന്ധനകളും കൃത്യമായ തലത്തിൽ അനുസരിക്കുകയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്യുന്നു എങ്കിൽ നമ്മെ ഇരുളിന്റെ മണ്ഡലത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, വെളിച്ചത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നാം അനുസരിക്കേണ്ടത് അനുസരിക്കുന്നവരും നാം പാലിക്കേണ്ടത് നാം പാലിക്കുന്നവരും ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്നവരുമായി തീരേണ്ടതിന് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചത്തിൽ നടക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്
ഞങ്ങൾ ദൈവം മുൻപാകെ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവത്തിന്റെ വചനം കേട്ട എല്ലാവരും ദൈവകൽപ്പന അംഗീകരിച്ച് വെളിച്ചത്തിൽ നടക്കുവാൻ സഹായിക്കണം. അത്ഭുതം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.